ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ബ്രെഡ് പോക്കറ്റിന്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് മസാലയൊന്നും വാട്ടിയെടുക്കാണ്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റോട് കൂടി തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഞാനിതാ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കന് ഞാനിപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. ആ ചിക്കൻ നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുത്ത ശേഷം ചെറുതായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് ഒരു സൈഡിലാക്കി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് രണ്ട് സൈഡും ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ കാണിക്കുന്നില്ല. ചിക്കന് ഫ്രൈ ആക്കി എടുത്തിട്ട് അത് അവിടെ മാറ്റി വെക്കാം. ഇനി ഇതാ ഒരു ബൗളിൽ മുട്ട എടുത്ത് വെച്ചിന്, ഒരു പ്ലേറ്റിൽ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ഞാനിപ്പോൾ 4 സൈഡിലൊന്ന് കട്ട് ചെയ്തെടുത്തിന് കേട്ടോ. ഇനി ഫസ്റ്റ് മുട്ട ഒന്ന് നല്ലോണം തന്നെ ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച ആ ബ്രെഡിൽ നിന്ന് 2 പീസ് ബ്രെഡ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ എടുക്കാം. എന്നിട്ട് അത് രണ്ടും ഒന്നിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഈ വീഡിയോ കാണുന്ന ഈ ഒരു രീതിയിൽ നമുക്ക് ഈ മുട്ടയിലൊന്ന് ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. മുട്ടയിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഈ 4 സൈഡിലുമായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോ കാണുന്ന രീതിയിൽ അങ്ങനെ 4 സൈഡിലുമായിട്ട് ഫസ്റ്റ് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി 2 സൈഡിലും അങ്ങനെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ആ ഒരു 4 സൈഡിൽ ഫസ്റ്റ് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി 2 സൈഡിലും ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കോട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊരു 3 എണ്ണാട്ടെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. അതായത് 6 പീസ് ബ്രെഡിന് 3 എണ്ണം അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഈ ഒരു രീതിയിൽ ഞാൻ ബാക്കിയെല്ലാം അങ്ങനെ ചെയ്തെടുക്കട്ടെ. ഞാനിതാ 3 എണ്ണം അങ്ങനെ ചെയ്തെടുത്തിനെ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്ത് ആ ഒരു ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് സൈഡിൽ നിന്ന് ഈ ഓയിലൊന്ന് തട്ടിയിട്ട് ബ്രെഡിന്റെ ആ മേലെ ഭാഗത്തേക്ക് അങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് പൊങ്ങി വരും. ആ ഒരു സമയത്ത് നമുക്ക് അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡ് നമുക്കൊന്ന് കളർ ഒന്ന് ചേഞ്ച് ആക്കി എടുക്കാം. വല്ലാണ്ട് കരിഞ്ഞു പോകണ്ട, കളർ ഒന്ന് ചേഞ്ച് ആക്കി എടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുത്ത ശേഷം ആട്ടോ ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. ഫില്ലിംഗ് ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മയണൈസ് എല്ലാം ചേർക്കുന്നതുകൊണ്ട് തന്നെ അതങ്ങ് വെള്ളം ഊറിയ പോലെ ആയിപ്പോൾ. അപ്പോൾ ഫ്രൈ ആക്കി എടുത്ത ശേഷം ഫില്ലിംഗ് റെഡിയാക്കി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഇതാ ഇത് ഫ്രൈ ആക്കി എടുത്തിട്ട് അത് അവിടെ മാറ്റി വെക്കാം. അതൊന്ന് ചൂടാറി വരട്ടെ. ആ ഒരു സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിതാ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി എടുത്ത ആ ചിക്കനാണ്. അത് ഞാൻ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വലുപ്പമുള്ള പീസായിട്ട് തന്നെ കേട്ടോ കട്ട് ചെയ്ത്, നല്ല ചെറിയ രീതിയിലല്ല. അത് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. എല്ലാം ചെറിയ ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്താൽ മതി. കാരണം നമ്മൾ ചെറിയ അളവിലല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി മതി ഇൻഗ്രീഡിയൻസ് എല്ലാം. പിന്നെ അതിലേക്ക് ക്യാബേജിനേക്കാളും കുറച്ച് കുറവായിട്ട് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഞാനിപ്പോൾ ഒരു ചെറിയ ഉള്ളിൻ്റെ പകുതി ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചെറിയൊരു പീസ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കക്കിരി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കക്കിരി ചേർക്കുന്നില്ല. അപ്പോൾ ഇതാ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കാരണം ഇതിലേക്ക് മയണൈസും കൂടി ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക്
1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് മയണൈസ് ചേർത്ത് കൊടുക്കാം. മയണൈസ് നോക്കിയിട്ട് അങ്ങനെ ചേർക്കാം. വല്ലാണ്ടങ്ങ് ഫില്ലിംഗ് അങ്ങ് ലൂസായി പോണ്ട. അപ്പോൾ നോക്കി അങ്ങനെ മയണൈസ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനിതാ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി എടുത്ത് വെച്ച് ആ ഒരു ബ്രെഡ് ചൂടാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഉള്ളിൽ നമുക്ക് ഫില്ലിംഗ് ഇടാനുള്ള ആ ഒരു സ്പേസ് ഇതിൽ കിട്ടും. അപ്പോൾ ഈ ഒരു സ്പേസിലേക്ക് നമുക്ക് ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. ഫില്ലിംഗ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്രയാന്ന് വെച്ചാൽ അങ്ങനെ ഇടാം. ഞാൻ ഈ ഒരു ബ്രെഡിന് കണക്കായ ആ ഒരു രീതിയിൽ ഫുള്ളായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് എളുപ്പത്തിൽ അതുപോലെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അള്ളാ വേറെ വീഡിയോ ആയിട്ട് കാണാം.